ചുവടെ ചേർത്തിട്ടുള്ളതിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു. കാൽ ബൈശാഖി എന്നത് കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കി. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82°30' പൂർവ്വരേഖാംശം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗൽ, കൊല്ലം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകര. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? കൈത്തറി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ സുനിൽ ഛേത്രി. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് തോരണയുദ്ധം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം 1998. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് മുടിയേറ്റ്. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു ഭാക്കർ. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ശുദ്ധമദ്ദളം, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം 1973. മഹാകവി P. കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ആറ്റൂർ രവിവർമ്മ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? മിഴാവ്. കാലക്രമമനുസരിച്ച് എഴുതുക. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്രം. കാളിധാരികായുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം മുടിയേറ്റ്. ചെസ്സ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ടാസ്ലിംഗ്, സ്റ്റെയിൽമാറ്റ്. രചയിതാക്കളും രചനകളും രാമപുരത്തു വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം, കാളിദാസൻ, ഋതുസംഹാരം. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വയലോപ്പിള്ളി ശ്രീധരമേനോൻ. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? AR രാജരാജവർമ്മ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയേത്? ഒരു ദേശത്തിൻ്റെ കഥ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. സ്വാതന്ത്ര്യസമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്.
1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ശരിയായ പ്രസ്താവനകൾ. കലാപം നടന്നത് 1812-ലാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോണിയൻ മഴക്കാടുകൾ. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകിവരുന്ന ധനസഹായ പദ്ധതി സമാശ്വാസം പദ്ധതി 4. 2025 ഫെബ്രുവരി 17-ന് വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം.